നമസ്കാരം. 17ാമത് ഭാരതീയ ധർമ്മ പ്രഭാഷണ പരമ്പരയുടെ 7ാം ദിവസത്തെ പരിപാടികൾ ഇന്നിവിടെ സമാരംഭിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ശ്രീമതി രാധ ടീച്ചറാണ്. രാധ ടീച്ചറെ ഭാരതീയം 2020 ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ ധർമ്മ പ്രഭാഷണം നടത്തുന്നത് കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ സംപൂജ്യ സ്വാമിനി ശിവാനന്ദപുരിയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗം ആണ് ഇന്നിവിടെ ധർമ്മവിചാരം ചെയ്യുന്നത്.
സ്വാമിനി അമ്മയെ ഭാരതീയം 2020 ഈ വേദിയിലേക്ക് ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ ധർമ്മപ്രഭാഷണ പരമ്പര ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ ഒപ്പുകൈ. ഭാരതീയം 2020 ധർമ്മ പ്രഭാഷണ പരമ്പരയുടെ 6ാം ദിവസത്തെ പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഈ വേദിയിൽ സംപൂജ്യ സ്വാമിനി ശിവാനന്ദപുരി ശ്രീമദ് ഭഗവത്ഗീതയിലെ 4ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസയോഗം വിചാരം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. കുഴഞ്ഞുമറഞ്ഞ പ്രശ്നങ്ങൾ നമ്മെ മൂടുമ്പോൾ അവയെ അഭിമുഖീകരിക്കാൻ വേണ്ട അറിവും കഴിവും ആത്മവിശ്വാസവും ഗീത അധ്യയനത്തിലൂടെ നമുക്ക് ലഭിക്കും. പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ ഗീത നമുക്ക് ഒരു സഹായിയാണ്, നമുക്കൊരു വഴികാട്ടിയാണ്. ഭഗവത്ഗീത 4ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം വിചാരം ചെയ്യുന്നതിന് സ്വാമിനി അമ്മയെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമസ്തേ. ഭാരതീയത്തിൻ്റെ 17ാമത്തെ വർഷം. മാറുന്ന സാഹചര്യങ്ങൾ പുതിയ സാധ്യതകളെ കണ്ടെത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുമല്ലോ. പതിവ് പോലെയുള്ള ഒത്തുകൂടലുകൾ അസാധ്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിലും ആവേശം ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിൽ നവമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഈ ഭാരതീയം 2020 ഇവിടെ നടക്കുന്ന സമയത്ത് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുങ്ങിയിട്ടുള്ളത്. ശ്രീമദ് ഭഗവത്ഗീതയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. അഷ്ടാദശാധ്യായിനിയും ഭവദ്വേഷിണിയുമായ അദ്വൈതാമൃതവർഷിണിയായ ഈ ഭഗവത്ഗീത മഹാഭാരതമാകുന്ന താമരയുടെ സുഗന്ധമാണ്. മഹാഭാരതം ഒരു മാലയാണെങ്കിൽ ആ മാലയിലെ രത്നപതക്കമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയെ ഉപനിഷത്തുക്കളുടെ സാരമായിട്ടാണ് ധ്യാനശ്ലോകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വേദസാരമാണ് ഭഗവത്ഗീത എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർവ വേദാർത്ഥ സാരസംഗ്രഹഭൂതം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ഇതം ഗീതാശാസ്ത്രം എന്നുള്ള ശങ്കരാചാര്യസ്വാമികളുടെ പ്രസ്താവന വളരെ പ്രസിദ്ധമാണല്ലോ. അങ്ങനെയുള്ള ഭഗവത്ഗീത പലരും പല വിധത്തിലായിരിക്കും സമീപിക്കുന്നുണ്ടാവുക. ഭഗവത്ഗീതയിലേക്ക് പലരും എത്തിച്ചേരുന്നത് പല വിധത്തിലായിരിക്കാം. ചില ആളുകൾ ഗീത പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് മഹാന്മാരൊക്കെ ഗീത ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് ഗീത പഠിക്കുന്നവരുണ്ടാവാം.
ഞാനൊരു ഹിന്ദു ആണല്ലോ എന്നിരിക്കെ എൻ്റെ ധർമ്മശാസ്ത്രം ഞാൻ പഠിച്ചിരിക്കണല്ലോ, അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഗീത പഠിക്കുന്നവരും ഉണ്ടാവാം. ഇനി വേറെ ചിലര് മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ഗീതയിലേക്ക് എത്തിച്ചേർന്നവരാവാം. ഇനിയും ചിലര് പ്രാരബ്ധവശാൽ പൂർവികമായിട്ട് ആർജിച്ച പുണ്യപ്രാരബ്ധം കൊണ്ട്, ആ ഒരു ശാസ്ത്രകൃപ കൊണ്ട് അവർ പോലും അറിയാതെ ഭഗവത്ഗീതയിലേക്ക് എത്തിച്ചേർന്നതാവാം. അങ്ങനെ പഠിക്കാൻ ആരംഭിച്ചവരാവാം. അങ്ങനെയും ഉണ്ടാവാം കുറെ പേര്. ഇനിയും ചിലര് തീർത്തും ജിജ്ഞാസുക്കളായിട്ട് ഗുരുക്കന്മാരെ പ്രാപിച്ച് ആ ഗുരുക്കന്മാരിൽ നിന്നും ശാസ്ത്രം പഠിക്കുന്ന കൂട്ടത്തിൽ ഭഗവത്ഗീത പഠിക്കുന്നവരാവാം. ഇനി വേറെ ചിലരാണെങ്കിൽ വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് പഠിക്കുന്നവരുണ്ടാവാം. എല്ലാവരും പഠിക്കുമ്പോൾ വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. കാരണം നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും തന്നെ കണ്ണടച്ച് വിശ്വസിക്കാനുള്ളതല്ല. മതഗ്രന്ഥങ്ങളാണെങ്കിൽ അവ കണ്ണടച്ച് വിശ്വസിക്കാനുള്ളതാണ്. പക്ഷേ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് ഇതൊരു വേദാന്ത ശാസ്ത്രമാണ്. പോരാ, ധർമ്മബോധകമായിട്ടുള്ള, യോഗസമന്വയമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ജ്ഞാനദീപത്തെ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിച്ച് അജ്ഞാന അന്ധകാരത്തെ നീക്കുന്ന ഉപദേശാമൃതവും കൂടിയാണ് ഈ ഭഗവത്ഗീത. ഇങ്ങനെ പല വിധത്തിൽ ഭഗവത്ഗീതയെ സമീപിക്കുന്നവരുണ്ടാവും. എന്നാൽ ഇവരിൽ ആരാണോ ഭഗവത്ഗീതയ്ക്ക് എന്താണ് നമുക്ക് നൽകാനുള്ളത്, എന്താണ് ഭഗവത്ഗീത നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന അറിവ് എന്ന് അറിയാനുള്ള തുറന്ന മനസ്സോട് കൂടിയിട്ട് ആദരഭാവത്തിൽ ഗീതയെ സമീപിക്കുന്നത്, അവർക്ക് മാത്രമാണ് ഈ ഗീതാമാതാവ് അദ്വൈതാമൃത വർഷിണിയായിട്ട് തീരുന്നത്. അവർക്ക് മാത്രമാണ് ഭവദ്വേഷിണിയായിട്ട് തീരുന്നത്. അല്ലാത്തവരൊക്കെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ എന്ന് ഗുരുദേവൻ പറഞ്ഞ കണക്ക് മാത്രമാണ് ഗീതയെ അറിയുന്നത്. ആത്മജിജ്ഞാസുക്കൾക്ക് ജനിമൃതി ശമനമായിട്ടുള്ള സിദ്ധ ഔഷധമാണ് ഈ ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഗീതാമൃതം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത് ജിജ്ഞാസുക്കൾക്ക് മാത്രം പഠിക്കുന്നതിനല്ലേ ഉപകാരപ്പെടൂ, മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലല്ലോ എന്ന് ശങ്കിച്ചേക്കാം. പക്ഷെ ആ ശങ്കയ്ക്കും സ്ഥാനമില്ല. നമ്മുടെ യുക്തി ബലപ്പെടുത്തുന്നതിനും സത്യം ഏതാണ്, മിഥ്യ ഏതാണ്, പൊയ്യ് ഏതാണ്, പൊരുൾ ഏതാണ് എന്ന് നമുക്ക് വേർതിരിച്ചറിയുന്നതിനും നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീത പഠനം ഏവർക്കും പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഞാൻ ഉപദേശിച്ചത് മുഴുവനും നീ നന്നായി വിചാരവിമർശം ചെയ്യൂ, അതിനുശേഷം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളൂ എന്ന സ്വാതന്ത്ര്യമാണ് ഭഗവത്ഗീത നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു വിശ്വാസ സംഹിതയ്ക്ക് മുന്നിലും നമ്മുടെ യുക്തിയെ പണയം വെക്കാതെ സത്യാന്വേഷണം ചെയ്യാൻ ഗീത നൽകുന്ന ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം ഒന്നു മതി നമുക്ക് ഭഗവത്ഗീത പഠനീയമായിട്ട് തീരാൻ. ഈ സ്വാതന്ത്ര്യം മറ്റ് മതഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. ഇത് മാത്രമാണ് ശരി, ഇതിനപ്പുറത്ത് ഒരു ശരിയില്ല, ഇതിനപ്പുറത്തേക്ക് ആരും അന്വേഷിക്കാൻ പാടില്ല എന്ന കടുംപിടുത്തം നമുക്കിവിടെ കാണാൻ സാധ്യമല്ല തന്നെ. മറിച്ച് തുറന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക്. അന്വേഷണത്തിന് നമ്മുടെ ബുദ്ധിക്കൊരു കൂച്ചുവിലങ്ങ് കൽപ്പിക്കാതെ തുറന്ന ഭാവത്തിൽ സത്യത്തെ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ഗീതാമാതാവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ യുക്തി ആരുടെ മുന്നിലും പടയം വെച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും ഭഗവത്ഗീത പഠനീയമായിട്ട് തീരുന്നുണ്ട്. നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്നുള്ള സ്വാതന്ത്ര്യം ഗീതാമാതാവ് നമുക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും തുറന്ന മനസ്സോട് കൂടിയിട്ട് ഗീതയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം എന്ന് എവിടെയും ഗീതയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, ആദരവോട് കൂടിയിട്ട് സമീപിക്കണം. അങ്ങനെ സമീപിച്ചാൽ മാത്രമേ അതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞത്
ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായമാണ് നമ്മുടെ വിഷയം. ഭഗവത്ഗീത 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽക്കാണ് അർജുനന് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന അർജുനന്റെ ആ ഒരു ശരണാഗതി തന്റെ സഖാവായിട്ടും ബന്ധുവായിട്ടുമൊക്കെ ഇതുവരെ താൻ സ്നേഹിച്ച തന്റെ കൂട്ടുകാരനായിട്ട് കണ്ട് എപ്പോഴും ആരുടെ സാന്നിധ്യത്തിൽ കഴിയാനാണോ അർജുനന് ഇഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനിൽ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനൻ തന്റെ ഗുരുവിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ പരിപൂർണമായിട്ടും സമാശ്രയിച്ച പ്രപന്നനായിട്ടുള്ള ശിഷ്യനായിട്ട് അർജുനൻ ഭവിക്കുകയാണ്. അതാണല്ലോ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന വാക്കുകൾ അർജുനനെ കൊണ്ട് പറയിച്ചത്. അപ്പൊ അർജുനൻ ഭഗവാന്റെ മുന്നിൽ ശിഷ്യനായിട്ട് സ്വയം സമർപ്പിക്കുന്നു. അതിനുശേഷം ആണ് ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നത്. 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽക്ക്. അങ്ങനെ ഏകദേശം വേദസാരത്തെ മുഴുവനും ഉള്ളടക്കി അർജുനന്റെ സംശയത്തെ പൂർണ്ണമായിട്ട് നിവാരണം ചെയ്യുമാറ് ഭഗവാൻ ഉപദേശത്തെ നൽകി. 72 ശ്ലോകങ്ങളിലാണ്, 72-ാമത്തെ ശ്ലോകം വരെയാണ് ആ ഉപദേശം നീണ്ടു നിൽക്കുന്നത്. ഭഗവാൻ അവിടെ ഉപദേശം ഉപസംഹരിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ. അപ്പോഴാണ് അർജുനൻ സംശയം ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ തന്റെ സംശയം അവതരിപ്പിക്കുകയാണ് അർജുനൻ. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന എന്നുള്ള വാക്കുകളിൽ അർജുനൻ ഭഗവാന്റെ മുന്നിൽ തന്റെ സംശയത്തെ വെളിപ്പെടുത്തുന്നു. ആ സംശയത്തിനുള്ള മറുപടി എന്നോണമാണ് പിന്നീട് ഭഗവാൻ ഉപദേശം തുടരുന്നത്. അങ്ങനെ അർജുനന്റെ സംശയത്തെ എല്ലാ തലങ്ങളിൽ നിന്നും നോക്കിക്കണ്ട് അതിന് സമഗ്രമായിട്ടുള്ള മറുപടി ഭഗവാൻ നൽകി. ആ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഭഗവാൻ പരാമർശിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് അർജുനന് വീണ്ടും സംശയം ഉണ്ടാകുന്നു. ആ സംശയത്തിന് വീണ്ടും ഭഗവാൻ മറുപടി നൽകുന്നു. അങ്ങനെ ഉപദേശം പൂർണ്ണമായി. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹിശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശം ഭഗവാൻ ഉപസംഹരിച്ചു. അപ്പൊ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അർജുനന് കാര്യം ഗ്രഹിച്ചിട്ടുണ്ടാവും. അർജുനൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണല്ലോ സംശയം ഉണ്ടായത്, ആശങ്കയുണ്ടായത്. ഈ യുദ്ധം ഞാൻ എങ്ങനെ ചെയ്യും? ഇതെന്റെ സ്വധർമ്മമാണോ? ഈ സ്വധർമ്മമായിരിക്കുന്നത് സ്വധർമ്മമാണെങ്കിൽ തന്നെ ഇത് ഘോരമായിരിക്കുന്ന യുദ്ധമല്ലേ? ഇത് കരണീയമാണോ? ബന്ധുക്കളെ അല്ലേ കൊല്ലേണ്ടത്? എന്നിങ്ങനെയുള്ള പലവിധ ചിന്തകളാൽ അർജുനൻ ധർമ്മസമ്മൂഢചിത്തനായി തീർന്നു. ആ ധർമ്മസമ്മൂഢചിത്തനായിട്ടുള്ള അർജുനന് ആ സമ്മൂഢത നീങ്ങാനുള്ള അറിവ് ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞു. മാത്രമല്ല അർജുനന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ഇനി ഉപദേശം ഉപസംഹരിക്കാം എന്ന് വിചാരിച്ച് താൻ നൽകിയ ആ ഒരു അറിവ് അനാദിയായിരിക്കുന്ന വേദങ്ങളിൽ കുടികൊള്ളുന്ന അറിവ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഗുരുശിഷ്യ പരമ്പരാക്രമത്തിൽ അതെങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരിക്കുന്നത്, ആ ഒരു ഗുരുശിഷ്യ പരമ്പരയെ സ്തുതിച്ചുകൊണ്ട് ഉപദേശത്തെ ഉപസംഹരിക്കാൻ ഭാവിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം, ഞാൻ ഈ യോഗത്തെ മുമ്പ് വിവസ്വാനായിട്ട് ഉപദേശിച്ചു, വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു എന്നിങ്ങനെ ആ ഒരു ഉപദേശ കൈമാറ്റം നടന്നിട്ടുള്ള വംശപരമ്പരയെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഉള്ളിൽ മതി, വേണ്ടതൊക്കെ അർജുനന് ഉപദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അർജുനന് മനസ്സിലാക്കാൻ മാത്രം താൻ ഉപദേശിച്ചു എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇനി അർജുനൻ വേണ്ടത് ചെയ്തുകൊള്ളും
എന്നുള്ള ഭാവത്തിൽ ഉപദേശത്തെ ഉപസംഹരിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പൊ ഭഗവാന്റെ ഈ ഒരു പ്രസ്താവനയോട് കൂടിയിട്ടാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. അല്ലയോ അർജുന, ഇമം യോഗം, ഈ യോഗത്തെ വിവസ്വതേ പ്രോക്തവാൻ അഹം, ഞാൻ വിവസ്വാനായിട്ട് ഉപദേശിച്ചു, സൂര്യനായിട്ട് ഉപദേശിച്ചു. സൂര്യനാവട്ടെ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇങ്ങനെ പരമ്പരാപ്രാപ്തമായിട്ട് പിൽക്കാലത്തുള്ള രാജർഷിമാരിലേക്കും ഈ ഉപദേശം കൈമാറ്റം ചെയ്യപ്പെട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു? കാലക്രമേണ ഈ ഉപദേശം നഷ്ടമായി, ലോകത്തിൽ നഷ്ടമായി. ഈ ഉപദേശത്തിന്റെ മഹത്വത്തെ ആളുകൾ ഉൾക്കൊള്ളാതായി, ഉപദേശിക്കാൻ തന്നെ ആളുകളില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഇതാ ഞാൻ നിനക്ക് ഈ ഒരു ഉപദേശത്തെ നൽകിയിരിക്കുന്നു. അപ്പൊ ഈ വിധത്തിൽ ഇത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അറിവാണ്, അനാദിയായിരിക്കുന്ന വേദത്തിന്റെ സാരമാണ് നിനക്ക് ഞാൻ ഉപദേശിച്ചിരിക്കുന്നത്. ഇത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിട്ടുണ്ട് മുമ്പ്. ഇനിയെങ്കിലും ഇത് നഷ്ടപ്പെടാതെ ഇനിയുള്ള പരമ്പരകളിലേക്ക്, ഇനിയുള്ള തലമുറകളിലേക്ക് ഈ ഒരു ഉപദേശം കൈമാറ്റം ചെയ്യപ്പെടണം എന്നെല്ലാമുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഭഗവാൻ പറയാണ്, ഈ യോഗത്തെ ഞാൻ വിവസ്വാനായിക്കൊണ്ട് ഉപദേശിച്ചു. വിവസ്വാൻ മനവേ പ്രാഹ മനുഹു ഇക്ഷ്വാകവേ ബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു. ഈ പരമ്പരാപ്രാപ്തമായിരിക്കുന്ന അറിവ് രാജർഷയ വിദുഹു, രാജർഷിമാർക്കാണ് ഈ അറിവ് ഉണ്ടായിരുന്നത്. രാജർഷിമാർക്കാണ്, അത് വളരെ ശ്രദ്ധിക്കണം. ബ്രഹ്മർഷിമാർക്കല്ല, രാജർഷിമാർക്കറിയാമായിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ കേവലം നിവൃത്തിമാർഗത്തിൽ നിരതന്മാരായിട്ട് കഴിയുന്ന ഋഷിമാരോ സന്യാസിമാരോ മാത്രമായിരുന്നില്ല ഈ ഒരു അറിവ് നേടിയിട്ടുണ്ടായിരുന്നത്. ലോകം ഭരിക്കുന്ന രാജർഷിമാരിൽ ഈ ഒരു അറിവുണ്ടായിരുന്നു. ഈ ഒരു സമഗ്രമായിരിക്കുന്ന ജീവിതത്തെ സമഗ്രമായിട്ടറിയാൻ ഉതകുന്നതായിട്ടുള്ള ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ചും സ്വന്തം ജീവിതത്തെ എങ്ങനെ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാക്കിയിട്ട് തീർക്കാം എന്നതിനെക്കുറിച്ചും അതിൽ തന്റെ സ്വധർമ്മത്തിന്, പ്രജാപരിപാലനം എന്ന സ്വധർമ്മത്തിന് ഏത് വിധത്തിലാണ് സ്ഥാനമുള്ളത്, ഏത് വിധത്തിൽ താൻ ഈ ലോകത്തിൽ ജനങ്ങളെ പരിപാലിക്കണം എന്നെല്ലാം അറിവുള്ള, തന്റെ കർമ്മത്തെ ഈശ്വര പൂജയായിട്ട് കണ്ട് പ്രവർത്തിച്ച രാജർഷിമാരാണ് ഈ ലോകത്തെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ കേവലം അധികാരമോഹം കൊണ്ട് രാജപദവിയിലിരുന്ന ആളുകളല്ല ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രാജർഷിമാർ മനസ്സിലാക്കിയിട്ടുള്ള യോഗമാണ്, രാജർഷിമാരിലൂടെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഭഗവാൻ പറയാണ്. ഇമം രാജർഷയോ വിദുഹു ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേനേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ. എന്നാൽ എന്ത് സംഭവിച്ചു? മഹതാ കാലേന, ദീർഘേണ കാലേന, കാലം മുന്നോട്ട് പോയ സമയത്ത് എന്ത് സംഭവിച്ചു? നഷ്ടമായി പോയി. എങ്ങനെ നഷ്ടമായി പോയി? അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ ഉപോദ്ഘാത ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ധർമ്മം പരിപാലിക്കുന്നവർക്ക് അറിയാതെ അല്പസ്വല്പം സ്വാർത്ഥ താല്പര്യങ്ങൾ ഉടലെടുക്കുകയും അതിന് വശംവദരായിട്ട് തീരുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ധർമ്മത്തിന് ക്ഷയം സംഭവിച്ചു, ധർമ്മോപദേശത്തിനും ക്ഷയം സംഭവിച്ചു. ശങ്കരാചാര്യസ്വാമികൾ ഈ ഒരു ശ്ലോകത്തിന്റെ ഭാഷ്യത്തിൽ പറയും, ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ നഷ്ടഃ ഇമം യോഗം. ദുർബലന്മാരും ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവരുമായ രാജാക്കന്മാരെ പ്രാപിച്ചിട്ട് ഈ യോഗം നഷ്ടമായി പോയി. സുഖലോലുപന്മാരായി കഴിയുന്ന രാജാക്കന്മാരെ, ഭരണാധികാരികളെ ഇങ്ങനെയുള്ള ഉപദേശം സ്പർശിക്കില്ലല്ലോ. ധർമ്മോപദേശം അവർക്ക്
ഒരിക്കലും പ്രസക്തമായിട്ട് തീരുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം തന്റെ അധികാര കസേര ഉറപ്പിച്ചു നിർത്താനുള്ള ഉപായങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. അവിടെ ധർമ്മത്തിനോ അറിവിനോ ഒന്നും തന്നെ, മോക്ഷത്തിലേക്ക് നയിക്കുന്ന അറിവിനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ലാതായിട്ട് തീരുന്നു. അങ്ങനെയാണ് ഈ യോഗം ലോകത്തിൽ നിന്നും നഷ്ടമായി തീരാൻ ഇടയായത്. സകാലേനേഹമഹത യോഗോ നഷ്ടഃ പരന്തപ സ ഏവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. ഭഗവാൻ പറയാണല്ലയോ അർജുന, ഇത് ഞാൻ നിനക്കിപ്പോ ഉപദേശിക്കാൻ എന്താ കാരണം എന്നറിയോ? ആ യോഗം തന്നെയാണ് നിനക്ക് ഞാനിപ്പോ ഉപദേശിക്കുന്നത്. നീ വിചാരിക്കേണ്ട ഞാൻ എന്തോ പുതിയ ആശയം പറയുകയാണെന്നുള്ളത് അല്ല. ഏതൊരു ഉപദേശമാണോ പണ്ട് ഞാൻ വിവസ്വാന സൂര്യന് നൽകിയിട്ടുള്ളത്, കാലക്രമേണ മറ്റുള്ളവരിലൂടെ പകർന്നു നൽകപ്പെട്ട് രാജർഷിമാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നത്, ആ വേദപ്രോക്തമായിട്ടുള്ള അനാദിയായ വേദത്താൽ പ്രോക്തമായിട്ടുള്ള ആചാര്യ പരമ്പരയാൽ ആദിനാരായണനിൽ നിന്ന് അഥവാ ദക്ഷിണാമൂർത്തിയിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുപരമ്പരയാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു അറിവ് തന്നെയാണ് ഹേ അർജുന നിനക്കായിക്കൊണ്ട് ഇപ്പൊ എന്നാൽ പറയപ്പെട്ടത്. സ ഏവായം മയാ അദ്യ തേ പ്രോക്തഃ. ഏത്? പുരാതനഃ അയം ജ്ഞാനം, പുരാതനഃ അയം യോഗഃ. പുരാതനമായിരിക്കുന്ന ആ യോഗം. എന്താണ് ഭഗവാൻ എനിക്കിത് ഉപദേശിക്കാൻ കാരണം എന്ന് നീ സംശയിക്കണ്ട. എന്താണ് കാരണം? എനിക്ക് നിന്നോടുള്ള സ്നേഹം തന്നെയാണ് കാരണം. നീ എന്റെ ഭക്തനാണ്. എന്തിനാണ് എനിക്ക് നിന്നോട് സ്നേഹം? എല്ലാവരോടും എന്തുകൊണ്ടില്ല? എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ നീ എന്റെ സ്നേഹത്തെ സ്വീകരിക്കുന്നു. നീ എന്റെ ഭക്തനാണ്. നീ എന്നിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുള്ളവനാണ്. അത് നീ തന്നെ വെളിപ്പെടുത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് നീ എന്റെ ഭക്തനാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നീ എന്റെ സഖാവുമാണ്, കൂട്ടുകാരനുമാണ്. നീ എന്റെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരനാണ് എന്നുള്ളത് കൊണ്ട് നിനക്ക് ഞാൻ ഇത് ഉപദേശിക്കുകയാണ്. അപ്പൊ ഈ വാക്കുകൾ അർജുനനെ എത്രത്തോളം ഉത്സാഹപ്പെടുത്തുന്നെന്ന് ആലോചിച്ച് നോക്കൂ. നീ എന്റെ കൂട്ടുകാരനാണ്, നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടൊരു ഉപദേശത്തെ നൽകുന്ന സമയത്ത് അത് എത്രത്തോളം അർജുനന് ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെടും. അർജുനന്റെ വ്യക്തിത്വത്തിൽ ആകമാനം ആ ഒരു വാക്കുകൾ എത്രത്തോളം ആഴത്തിൽ ചെന്നിറങ്ങും എന്നുള്ളത് ഭഗവാൻ അറിയാം. അത്ര സ്നേഹത്തോട് കൂടിയിട്ട് അരുമയായിട്ട് അർജുനനെ കണ്ട്, അരുമ ശിഷ്യനായിട്ട് അർജുനനെ കണ്ട് ഭഗവാൻ പറയാണ്, ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. ഏതദുത്തമം രഹസ്യം. നിനക്ക് ഞാനിപ്പോ പറഞ്ഞു തന്നിരിക്കുന്ന ഉപദേശം ഉണ്ടല്ലോ, ഇത് ഒരു സാധാരണ ഉപദേശമല്ല. പിന്നെ എന്താണിത്? ഏറ്റവും ഉത്തമമായിരിക്കുന്ന രഹസ്യമാണ്. എത്ര പരസ്യമാക്കിയാലും പരസ്യമാവാത്ത രഹസ്യമാണ്. കാരണം അത്യന്തം യോഗ്യതയുള്ള ഉത്തമാധികാരികൾക്ക് മാത്രമേ ഈ രഹസ്യത്തെ, ഈ ഒരു അറിവിനെ നേടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇത് രഹസ്യമാണ്. അല്ലാതെ പൂട്ടിക്കെട്ടി വെച്ചതുകൊണ്ട് രഹസ്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് അത്യന്തം സൂക്ഷ്മബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഉപദേശിക്കപ്പെട്ടാൽ പോലും ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത് രഹസ്യമാകുന്നു ഹേ അർജുന. അങ്ങനെയുള്ള ഉപദേശമാണ് ഞാനിപ്പോ നിനക്ക് നൽകിയിട്ടുള്ളത്. ഈ വിധം പറഞ്ഞുകൊണ്ട് തന്റെ ഉപദേശത്തെ ഉപസംഹരിക്കാം എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ അർജുനന്റെ ഉള്ളിൽ സംശയം ഉടലെടുക്കുകയാണ്. ആ സംശയത്തെ അർജുനൻ പ്രകടിപ്പിക്കുന്നു. എന്താണ് അർജുനന്റെ ഉള്ളിലുണ്ടായ സംശയം? അർജുനൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ ശരിയാവും ഭഗവാന്? അങ്ങ് ദേവകി പുത്രനായി, വസുദേവപുത്രനായി, എന്റെ കൂട്ടുകാരനായി, ഇപ്പൊ എന്നോടൊപ്പമുള്ള ആളല്ലേ. അങ്ങനെയുള്ള അങ്ങ് പണ്ട് വിവസ്വാൻ ഇത് ഉപദേശിച്ചു എന്ന് പറയുമ്പോ അതിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അല്ലയോ ഭഗവാനെ, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ. ആ പരം, അങ്ങയുടെ ജന്മം ആ പരമാണ്, പണ്ടുള്ളതല്ല, അതപ്പുള്ളതാണ്. എന്നാൽ വിവസ്വാന്റെ ജന്മമോ പരം, പരം ജന്മ വിവസ്വതഃ. ഇതല്ലേ സത്യം? എന്നിരിക്കെ
കഥം വിജാനീയാം, എങ്ങനെ ഞാൻ മനസ്സിലാക്കും? ഏത്? അങ്ങ് ഈ പറഞ്ഞ കാര്യം. ത്വമാദൗ പ്രോക്തവാനിതി, അങ്ങ് ആദിയിൽ വിവസ്വാൻ ഉപദേശിച്ചു എന്നുള്ളത്. കഥം അഹം വിജാനീയാം, എങ്ങനെ ഞാൻ മനസ്സിലാക്കും അല്ലയോ ഭഗവാനെ? വളരെ യുക്തമായിട്ടുള്ള ചോദ്യമാണ് അല്ലെ? തീർച്ചയായിട്ടും ഇത് കേട്ട സമയത്ത് നമ്മുടെ ഉള്ളിലും ഇങ്ങനെയൊരു സംശയം ഉടലെടുത്തിട്ടുണ്ടാവാം. അപ്പൊ അർജുനൻ ഈ ഒരു സംശയത്തെ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോ ആ സന്ദർഭത്തിൽ ഇത് അവതാര തത്വത്തെയും അതുപോലെ തന്നെ തന്റെ ഈ അവതാരത്തിന് പിന്നിലുള്ള രഹസ്യത്തെയും ഒക്കെ ഉപദേശിക്കാൻ, അതുപോലെ തന്നെ അവതാര ഉദ്ദേശത്തെയൊക്കെ വെളിപ്പെടുത്താൻ ഏറ്റവും ഉതകുന്ന സന്ദർഭമാണെന്ന് കണ്ട് ഭഗവാൻ ഉപദേശത്തെ തുടരുന്നു. ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി കർമാണി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. അല്ലയോ അർജുന, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ച. അല്ലയോ അർജുന, എനിക്ക് മേ ബഹൂനി ജന്മാനി വ്യതീതാനി, പല ജന്മങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നിനക്കും. അപ്പൊ എനിക്കും നിനക്കും ഇതിനു മുമ്പും പല ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? താനി സർവാണി അഹം വേദ, താന്യഹം വേദ സർവാണി. എനിക്ക് നിന്റെ കഴിഞ്ഞുപോയ ജന്മങ്ങളെ കുറിച്ചും അറിയാം, എന്റെ കഴിഞ്ഞുപോയ ജന്മങ്ങളെ കുറിച്ചും അറിയാം. എന്നാൽ നീ അതൊന്നും അറിയുന്നില്ല. ത്വം ന വേത്ത, അതൊന്നും നീ ന വേത്ത, നീ അറിയുന്നില്ല. ഹേ പരന്തപ, നിനക്ക് പരന്മാരെ, ശത്രുക്കളെയൊക്കെ തപ്പിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ഒരു സർവജ്ഞത്വം എന്നുള്ളത് നിനക്കില്ല. ഇതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഈ മനുഷ്യരൂപത്തിൽ നിലകൊള്ളുമ്പോഴും സർവജ്ഞത്വത്തോടു കൂടിയവനാണ്. അപ്പൊ സർവജ്ഞനായിട്ടുള്ള അങ്ങ് എന്തിനാണ് ഈ മനുഷ്യരൂപം എടുത്ത് വന്നത് എന്നൊരു സംശയം അർജുനന്റെ ഉള്ളിൽ ഉണ്ടാവാം അല്ലെ? അപ്പൊ അത് ഉള്ളിൽ കണ്ടിട്ട് എന്ന പോലെ ഭഗവാൻ പറയാണ്, എന്തിനാണെന്നറിയോ ഞാൻ ഈ മനുഷ്യരൂപം എടുത്ത് വന്നിരിക്കുന്നത്? സർവജ്ഞനായിട്ടും ഈ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താണ് ഭഗവാൻ പറയുന്നത്? ആ അവതാര ഉദ്ദേശത്തെ അത്യന്തം വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നു, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി അഭ്യുത്ഥാനം അധർമ്മസ്യ. എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ധർമ്മം മങ്ങുന്നത് എപ്പോഴാണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. അങ്ങനെ ധർമ്മം മങ്ങുന്ന സമയത്ത്, ധർമ്മത്തിന് ലോകത്ത് ആളുകൾ പ്രസക്തി നൽകാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാവും. അഭ്യുത്ഥാനം അധർമ്മസ്യ. അങ്ങനെ വരുന്ന സമയത്തോ ലോകത്തിന്റെ സന്തുലിതത്വം അവതാളത്തിലാവും, താളം തെറ്റും. ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ താളം തെറ്റും. പക്ഷെ അങ്ങനെ താളം തെറ്റാൻ ഇടവരാത്ത വിധത്തിൽ ഞാൻ എന്തു ചെയ്യുന്നു? തദാത്മാനം സൃജാമ്യഹം. അപ്പോ ഞാൻ സ്വയമേവ എന്നെ തന്നെ സൃജാമി, ഞാൻ അവതരിക്കുന്നു എന്ന് താല്പര്യം. ഞാനൊരു പ്രത്യേക രൂപത്തിൽ, ഭാവത്തിൽ, ആ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ ഞാൻ എന്നെ തന്നെ പുനഃസൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പറയാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം, സാധുജനങ്ങളെ, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. പിന്നെ വിനാശായ ച ദുഷ്കൃതാം, വിനാശായ ചതുഷ്കൃതാം എന്നൊന്നും അല്ല കേട്ടോ, അങ്ങനെ ചിലപ്പോൾ ആളുകൾ വായിക്കാറുണ്ട്. വിനാശായ ച, വിനാശം ചെയ്യുന്നതിനും വേണ്ടി. ആരുടെ വിനാശം? ദുഷ്കൃതാം, ദുഷ്കർമ്മം ചെയ്യുന്നവരുടെ.
ദുഷ്കർമ്മനിരതന്മാരായിട്ടുള്ളവരുടെ വിനാശത്തിനും വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ദുഷ്ട ശിക്ഷണവും ശിഷ്ടരക്ഷണവുമാകുന്ന ഈ കർമ്മത്തിൽ നിരതനായിരിക്കുന്നത്? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഈ പ്രപഞ്ചത്തിന്റെ ധർമ്മവ്യവസ്ഥയെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ധർമ്മവ്യവസ്ഥയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ഞാൻ യുഗം തോറും സംഭവിക്കുന്നു. യുഗം തോറും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ ഓരോ യുഗത്തിൽ മാത്രമേ ഭഗവാൻ അവതരിക്കൂ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു. ഈ പ്രകൃതി എപ്പോഴൊക്കെയാണോ എൻ്റെ അവതാരം ആവശ്യപ്പെടുന്നത് അപ്പോ ഞാൻ അവതരിക്കുന്നു എന്നർത്ഥം. സംഭവാമി യുഗേ യുഗേ. ഇത്രയും പറഞ്ഞതിന് ശേഷം സർവജ്ഞനായിട്ടും താൻ എങ്ങനെയാണ് മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത്, അഥവാ മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോഴും താൻ എങ്ങനെയാണ് സർവജ്ഞനായിരിക്കുന്നത് എന്നുള്ള തന്റെ ആ അവതാര ഭാവത്തിന്റെ രഹസ്യത്തെ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ് അടുത്ത ശ്ലോകത്തിൽ. എന്താണ് ശ്ലോകം നോക്കൂ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി യുഗേ യുഗേ. അജഃ അവ്യയഃ ഭൂതാനാം ഈശ്വരഃ അപി സൻ. അജഃ ജന്മരഹിതനാണ് ഞാൻ, അവ്യയഃ നാശരഹിതനാണ്, ആദ്യന്തങ്ങളില്ലാത്ത സച്ചിത് സ്വരൂപമാണ് ഞാൻ എന്ന് ഭഗവാൻ പറയാണ്. അജോപി സൻ അവ്യയാത്മാ. മാത്രമല്ല ഭൂതാനാം ഈശ്വരഃ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൂതങ്ങളുടെയും നിയന്താവ്, അവരവരുടെ കർമ്മങ്ങൾക്ക് ഫലത്തെ നൽകുന്നവൻ, ആ കർമ്മങ്ങൾക്ക് പിന്നിലുള്ള കർമ്മ നിയമമായിട്ട് ഭവിച്ചിരിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തിലുള്ള സർവവ്യവസ്ഥകളുടെയും നിയമക്രമങ്ങളുടെയും നിയന്താവായിരിക്കുന്നവൻ. യാതൊരുവനാണോ, യാതൊരു സ്വരൂപമാണോ ഈ നിയമങ്ങളെല്ലാമായിട്ട് പരിണമിച്ചിരിക്കുന്നത്, ആ ഒരു ആദികാരണ സ്വരൂപമാണ് ഞാൻ. ഭൂതാനാം ഈശ്വരഃ അഹം. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രകൃതിം സ്വാമധിഷ്ഠായ, ഞാൻ എൻ്റെ പ്രകൃതിയെ, മായയെ എൻ്റെ അധീനത്തിൽ വെച്ചുകൊണ്ട് സംഭവാമി യുഗേ യുഗേ, ആവശ്യമുള്ള സമയത്ത് ഞാൻ അവതരിക്കുന്നു. പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ, ഞാൻ എൻ്റെ മായയുടെ വശത്തിൽ സ്വയമേവ ഭവിച്ച്, മായ എന്നെ വശകനാക്കുന്നില്ല, മറിച്ച് ഞാൻ എൻ്റെ മായയെ എൻ്റെ വശത്തിൽ വെച്ചിട്ട് സ്വയം ഭവിക്കുന്നു. സർവജീവജാലങ്ങളും എങ്ങനെയാണ് ഭവിക്കുന്നത്? മായയുടെ വശത്തിൽപ്പെട്ടിട്ടാണ് ജനിക്കുന്നത്. മായയ്ക്ക് അധീനരാണ് അവര്. പക്ഷെ ഭഗവാനോ മായയ്ക്ക് അധീശനാണ്. തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മായയെ പ്രവർത്തിപ്പിക്കാൻ സാമർഥ്യമുള്ളവനാണ്. ആ സാമർഥ്യം ഉപയോഗിച്ചിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ഈ വിധത്തിൽ അവതാര തത്വത്തെ ഭഗവാൻ അർജുനന്റെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ അവതാര തത്വത്തെ വെളിപ്പെടുത്തി ആരാണോ എൻ്റെ ഈ അവതാര തത്വത്തെ ശരിയായ വിധത്തിൽ അറിയുന്നത് അയാൾ മുക്തനായിട്ട് തീരുന്നു എന്നാണ് ഭഗവാൻ ആദ്യ ഭാഗത്ത് അർജുനന് ഉപദേശിക്കുന്നത്. ഭഗവത്ഗീതയുടെ മൊത്തം താല്പര്യം ഉള്ളടങ്ങിയിട്ടുള്ള ഒരു അധ്യായമാണ് 4-ാം അധ്യായം. ഈ അധ്യായത്തിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാൻ നമുക്കിപ്പോൾ സാധിക്കില്ല. പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം നമുക്കൊന്ന് ഓടിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കുള്ളൂ. അതിനുതകുന്ന വിധത്തിൽ മാത്രമാണ് നമ്മൾ ഈ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാലും പ്രവേശിച്ച് കഴിയുമ്പോൾ ഓരോ ശ്ലോകങ്ങളുടെയും ആ ഒരു അർത്ഥഗാംഭീര്യവും മനോഹാരിതയും ഒക്കെ നമ്മളെ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾ ആ ശ്ലോകങ്ങളിൽ അറിയാതെ തന്നെ ഇരുന്നു പോവും. അങ്ങനെയുള്ള ഓരോ ശ്ലോകങ്ങളാണ് വരാൻ പോകുന്നത്. ഈ 4-ാം അധ്യായത്തിന്റെ പേര് ജ്ഞാനകർമ്മ സന്യാസയോഗം എന്നാണ്. ജ്ഞാനത്തിലൂടെയുള്ള കർമ്മസന്യാസമാണ് ഈ അധ്യായത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക്
ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലൂടെ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിക്കാം. ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അധ്യായം ആരംഭിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ പറയും, പരിസമാപ്തം വേദാർത്ഥം ഇതി മന്വാനഃ തം വംശകഥനേന സ്തൗതി ശ്രീ ഭഗവാൻ എന്ന്. അതായത് താൻ ഉപദേശിക്കേണ്ടതെല്ലാം ഉപദേശിച്ചു, അതിൽ വേദാർത്ഥം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് കരുതുന്നവനായിട്ടുള്ള ഭഗവാൻ ആ ഉപദേശത്തെ ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപസംഹാരാർത്ഥം വംശകഥനേന സ്തൗതി എന്നാണ് പറയുന്നത്. ആ ഉപദേശത്തെ ഉപസംഹരിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ള ആ ഒരു വംശപരമ്പരയെ പറഞ്ഞുകൊണ്ട് ഈ അറിവിനെ സ്തുതിക്കുന്നു. മഹാന്മാരായിട്ടുള്ള ആളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ളതാണ് ഈ ഒരു അറിവ് എന്ന് പറയുമ്പോൾ അത് ആ അറിവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ അറിവ്. എങ്ങനെയാണോ പൂർവികരായിട്ടുള്ള ആളുകൾ ഇതിനെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത്, അതുപോലെ നമ്മളും ഇനിയുള്ള തലമുറകളിലേക്ക് ഇതിനെ കൈമാറ്റം ചെയ്യണം എന്നുള്ളൊരു സന്ദേശവും ഇത് ശ്രവിക്കുന്നവർക്ക് ലഭിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഭഗവാൻ ഈ അറിവിനെ വംശകഥനം ചെയ്തുകൊണ്ട് സ്തുതിക്കുകയാണ് ആരംഭത്തിൽ ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യം സൂര്യന് ഉപദേശിച്ചു, പിന്നെ മനുവിന് ഉപദേശിച്ചു, പിന്നെ മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു, തുടർന്ന് മറ്റു രാജർഷിമാരിലേക്ക് ഇത് സംക്രമിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഉപദേശ ഭാഗം നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു. ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ ഉപദേശം ഉപസംഹരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഭഗവാന്റെ വാക്കുകളിൽ അർജുനന് സംശയം ഉണ്ടാവുന്നു. ആ സംശയം അർജുനൻ ഉന്നയിക്കുകയാണ് 4ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ അർജുനന്റെ സംശയമാണ് 4ാമത്തെ ശ്ലോകം. 5ാമത്തെ ശ്ലോകം മുതൽ 8ാമത്തെ ശ്ലോകം വരെ അർജുനന്റെ ഈ ഒരു സംശയത്തിന് ഭഗവാൻ മറുപടി നൽകുകയാണ്. എങ്ങനെയാണ് മറുപടി നൽകുന്നത്? നേരത്തെ കണ്ടതുപോലെ അവതാര തത്വത്തെയും അവതാര ഉദ്ദേശത്തെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാൻ ഈ ഒരു ഭാഗത്ത് അർജുനന് മറുപടി നൽകുന്നത്. ഭഗവാൻ പറയുന്നു, എനിക്ക് ഇതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലയോ അർജുന നിനക്കും. എനിക്കത് മുഴുവനും ഓർമ്മയുണ്ട്, പക്ഷെ നിനക്ക് ഓർമ്മയില്ല. ഇതാണ് വ്യത്യാസം. ഞാൻ എൻ്റെ മായയെ എൻ്റെ അധീശത്തിൽ വെച്ച് സ്വേച്ഛയാ ജനിച്ചു വന്നവനാണെന്നുള്ളത് കൊണ്ട് എൻ്റെ സർവജ്ഞത്വത്തിന് യാതൊരു ന്യൂനതയുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ ജന്മങ്ങളെയും കുറിച്ച് അറിയാം. വാസ്തവത്തിൽ അജനും അവ്യയനും ഭൂതങ്ങളുടെ മുഴുവനും ഈശ്വരനുമാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ബന്ധിക്കാൻ മായയ്ക്ക് സാധിക്കില്ല. മായയെ എൻ്റെ അധീനത്തിൽ വെച്ചിരിക്കുകയാണ് ഞാൻ. എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെ ശക്തിയാകുന്ന മായ, ആ മായയെ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു മനുഷ്യ ശരീരത്തെ പ്രാപിച്ച് ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടവനെന്ന് കാണപ്പെടുമ്പോഴും വാസ്തവത്തിൽ എൻ്റെ സ്വരൂപത്തിൽ ആ കർമ്മങ്ങളൊന്നും തന്നെ സ്പർശിക്കുന്നേയില്ല. അപ്പൊ എന്തിനാണ് ഭഗവാൻ അവതരിച്ചു വന്നത്? ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നതിനാണ് അവതരിച്ച് വന്നിരിക്കുന്നത്. ഈ വിഷയവും നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് 8 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പരാമർശിക്കുന്നത്. 9 മുതൽക്ക് 15 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ഈ ഒരു അവതാര തത്വത്തെ ആരാണോ അറിയുന്നത് അവരും കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായി ഈശ്വര സ്വരൂപവുമായിട്ട് അഭേദത്തെ പ്രാപിക്കുന്നു എന്ന് പറയാണ്. ആരാണോ ഭഗവാൻ വാസ്തവത്തിൽ ജനനവും മരണവും ഇല്ലാത്തവനാണെന്നും മായയെ സ്വീകരിച്ച് സ്വയം അവതരിച്ച് ഈ ലീലകളെല്ലാം ആടുന്നവനാണ്, എന്നാൽ അങ്ങനെ ആടുമ്പോഴും ഇതൊന്നും ഭഗവാനെ ബന്ധിക്കുന്നില്ല, ഭഗവാൻ സർവജ്ഞനായിട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് അയാളും മുക്തനായിട്ട് ഭവിക്കുന്നു. കാരണം അയാൾ ഭഗവാനെ അറിയുന്ന സമയത്ത് തൻ്റെ സ്വരൂപത്തെ തന്നെയാണ് അറിയുന്നത്. ഭഗവാനും ഭക്തനും തമ്മിൽ ഭേദമില്ല. അതുകൊണ്ട് ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമില്ല.
അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ അറിയുമ്പോൾ ഒരാൾ തൻ്റെ തന്നെ സ്വരൂപത്തെ അറിയുന്നു. ആ സ്വരൂപജ്ഞാനത്തിൽ ഒരാൾ മുക്തനായിട്ട് ഭവിക്കുന്നു. എന്നാൽ ലോകത്തിലെ ആളുകൾ അല്പവിഷയങ്ങളുടെ പിന്നാലെയാണ് അധികവും അന്വേഷിച്ചു പോവാറുള്ളത്. നിത്യമായിരിക്കുന്ന മോക്ഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാൻ ആർക്കും സാവകാശമില്ല, സമയമില്ല, ഒട്ട് താല്പര്യവുമില്ല. കാരണം പെട്ടെന്നുണ്ടാവുന്ന നേട്ടങ്ങളുടെ പിന്നാലെയാണ് അല്പദൃഷ്ടികളായിട്ടുള്ള ആളുകൾ എപ്പോഴും അന്വേഷിച്ചു പോവാറുള്ളത്. പ്രത്യേകിച്ചും മനുഷ്യലോകത്തിൽ കർമ്മഫലങ്ങളുടെ സിദ്ധി പെട്ടെന്നുണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അല്പഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പശക്തികളെയൊക്കെ ആശ്രയിച്ച് ആ ഫലങ്ങളിൽ അങ്ങനെ അഭിരമിച്ച് കഴിയുകയാണ് ലോകത്തിലുള്ള മിക്ക ആളുകളും. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ എന്ന് പറഞ്ഞു. മനുഷ്യലോകത്തിൽ കർമ്മങ്ങൾക്ക് എളുപ്പത്തിൽ സിദ്ധി ലഭിക്കുന്നു, ഫലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആളുകൾ അധികവും അല്പഫലങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം പറയേ വേണ്ട, അവ ഇങ്ങനെയുള്ള ഒരു കർമ്മ സ്വാതന്ത്ര്യം പോലും അവയ്ക്കില്ല എന്നുള്ളത് കൊണ്ട് പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെടുന്ന കർമ്മം മാത്രമേ മറ്റു ജീവികൾ ചെയ്യുന്നുള്ളൂ. മനുഷ്യർക്ക് മാത്രമേ കർമ്മത്തിൽ സ്വാതന്ത്ര്യം പോലും ഉള്ളൂ. ഇന്ന കർമ്മം ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അല്പമായ സ്വാതന്ത്ര്യമെങ്കിലും മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് മാത്രമേ ഈ ഒരു പ്രസ്താവത്തിന് പ്രസക്തിയും ഉള്ളൂ. ഇങ്ങനെ അല്പഫലങ്ങളുടെ പിന്നാലെയാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നതെന്നുണ്ടെങ്കിലും അവരിൽ അപൂർവം ചിലർ അവർ ഭീതരാഗ ഭയക്രോധന്മാരായി ഈശ്വരനിൽ മനസ്സർപ്പിച്ചവരായി ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരായി അന്ധകരണത്തെ ശുദ്ധീകരിച്ച് ഭഗവത് ഭാവത്തെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ളവര് പിന്നെ പുനർജനിക്കുന്നില്ല, അവര് എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഈശ്വര തത്വത്തെ അറിയുന്നതിൻ്റെ ഫലത്തെയും ഭഗവാൻ പറഞ്ഞു. എന്നെ ആര് ഏത് വിധത്തിൽ സമാശ്രയിക്കുന്നുവോ അവരെ അതേ വിധത്തിൽ തന്നെ ഞാൻ തിരിച്ച് അനുഗ്രഹിക്കുന്നു. യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഉപദേശമാണ്. ഒരാൾ ഭഗവാനെ ഏത് ഭാവത്തിലാണോ സമാശ്രയിക്കുന്നത് അതേ ഭാവത്തിൽ ഭഗവാൻ തിരിച്ച് അനുഗ്രഹിക്കുന്നു. യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. അതുകൊണ്ട് എന്നെ ഭക്തിയോട് കൂടിയിട്ട് ഒരാൾ സമാശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ ആ വിധത്തിൽ അനുഗ്രഹിക്കുന്നു. അല്ലാതെ ഭഗവാനെ ആരോടും യാതൊരു വിധത്തിലുള്ള പക്ഷപാതിത്വവുമില്ല, എല്ലാവരിലും ഒരേപോലെ അനുഗ്രഹത്തോട് കൂടിയിട്ടുള്ളവനാണ് ഭഗവാൻ. എന്നാൽ ആരാണോ ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് സമാശ്രയിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ആ ഭക്തിയുടെ ഫലം ഭഗവാനിൽ നിന്നും ലഭിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു വിഷയത്തെ ഭഗവാൻ 11ാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞു. ഇങ്ങനെ തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്തും ആ കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവനാണ് ഞാൻ എന്നുള്ള തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വരൂപത്തെ ഭഗവാൻ പറയുന്ന കൂട്ടത്തിലാണ് ചാതുർവർണ്ണ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശവും വരുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. സവർണ മേധാവിത്വത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് ആളുകൾ വിമർശിക്കാറുണ്ട് ഗീതയെക്കുറിച്ച്. ആ വിമർശം ഈ ഒരു ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ വാസ്തവത്തിൽ ചാതുർവർണ്ണ്യത്തെ കുറിച്ച് പറയുക എന്നുള്ളതേ അല്ല ഭഗവാന്റെ ഉദ്ദേശം. ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരാമർശിക്കുകയല്ല ഭഗവാന്റെ ഉദ്ദേശം. മറിച്ച് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം ഈശ്വര സൃഷ്ടമാണ്. ഇതാണ് വേദാന്ത ശാസ്ത്രങ്ങൾ നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ കാരണം ഈശ്വരനാണ്. ആ നിലയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണ്യവും എന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ച വ്യവസ്ഥയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക വ്യവസ്ഥയെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം
എന്ന് ഇവിടെ എടുത്തു പറയുമ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ അതിലപ്പുറം ഒന്നിനെ കുറിച്ചും ഭഗവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന് ജാതിയുമായിട്ടൊരു ബന്ധവുമില്ല, മറിച്ച് ഗുണ കർമ്മ വിഭാഗവുമായിട്ടാണ് ഈ ചാതുർവർണ്ണ്യത്തിന് ബന്ധമുള്ളത്. ഇത് പ്രകൃതിയിൽ സ്വതവേ നിലനിൽക്കുന്നതാണ്. സത്വ രജസ് തമോ ഗുണങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഗുണഘടന ഉണ്ട്. ഈ സത്യരജസ് തമോ ഗുണമയമാണ് ഈ പ്രപഞ്ചം മുഴുവനും. കാരണം വേദാന്ത ശാസ്ത്രത്തിനനുസരിച്ച് ത്രിഗുണാത്മികയായിട്ടുള്ള പ്രകൃതിയിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ആവിർഭവിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം ആ ത്രിഗുണാത്മികയായിട്ടുള്ള പ്രകൃതിയുടെ രൂപാന്തരം മാത്രമാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ കാരണഭാവം, അതിൻ്റെ രൂപാന്തരം സ്ഥൂലഭാവം മാത്രമാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടമായിട്ടുള്ളവയിലെല്ലാം സത്വരജസ് തമോ ഗുണങ്ങളുണ്ട്. ജീവജാലങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും മനുഷ്യനെ സംബന്ധിച്ച്, കർമാധികാരിയായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ മനുഷ്യനിൽ ഏത് ഗുണഘടനയാണോ ഉള്ളത് അത് സ്വാഭാവികമായിട്ടും അയാൾ ചെയ്യുന്ന കർമ്മത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനത്തെ മനസ്സിലാക്കിയിട്ടാണ് 4 പ്രകാരത്തിൽപ്പെട്ട വർണ്ണങ്ങളെ ആചാര്യന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിനോ അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ അല്ല തന്നെ. ഇതിനെ ജാതിയായിട്ട് നമ്മൾ പിന്നീട് തെറ്റിദ്ധരിക്കാൻ ഇടവന്നതാണ്. ശാസ്ത്ര താല്പര്യം ഒരിക്കലും ചാതുർവർണ്ണ്യവും ജാതിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നതായിട്ട് എവിടെയും അതല്ല ശാസ്ത്രത്തിന്റെ താല്പര്യം. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ, ഈ പ്രപഞ്ച വ്യവസ്ഥ, അത് എന്നാൽ സൃഷ്ടമായിട്ടുള്ളതാണ്. ഇതാണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക വ്യവസ്ഥയെ, ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു പ്രചലനം ഏത് വ്യവസ്ഥയ്ക്ക് അധീനമായിട്ടാണോ സംഭവിക്കുന്നത് അതിനെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിലപ്പുറം ഇതിന് ജാതിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. അപ്പൊ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ടാണ്, ഗുണവിഭാഗത്തിനും കർമ്മവിഭാഗത്തിനും അനുസരിച്ചിട്ടാണ് ഇവിടെ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നത്. അങ്ങനെ ചാതുർവർണ്ണ്യത്തിന്റെ സ്രഷ്ടാവാണ് ഞാനെന്നുണ്ടെങ്കിലും, അതായത് ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ മുഴുവനും ഉദ്ഭവം എന്നിൽ നിന്നാണെങ്കിലും അവയുടെ കർത്താവായിട്ട് ഞാൻ നിലകൊള്ളുന്നു എങ്കിലും, ഞാനാകുന്ന അധ്യക്ഷനാൽ അധ്യക്ഷിതമായിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടിയാകുന്ന സർവകർമ്മങ്ങളും തന്നെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും, അപ്പം ഞാൻ ആരാകുന്നു? പ്രപഞ്ചത്തിന്റെ കർത്താവാകുന്നു. ഇങ്ങനെയാണ് ഭഗവാൻ പ്രപഞ്ച കർത്താവുന്നത്. അല്ലാതെ ഭഗവാന് കർത്തൃത്വവും പറയാൻ സാധ്യമല്ല. ഭഗവാൻ വെറും അധ്യക്ഷനായിട്ട് സാക്ഷി മാത്രമായിട്ട് നിലകൊള്ളുകയാണ്. ആ അധ്യക്ഷ ഭാവത്തിൽ ഭഗവാൻ നിലകൊള്ളുമ്പോൾ ഭഗവാന്റെ അധ്യക്ഷതയിൽ പ്രകൃതിയാണ് രൂപാന്തരം പ്രാപിച്ച് ഈ നാമരൂപങ്ങളായിട്ട് പരിണമിച്ചിട്ട് പ്രപഞ്ചമായിട്ട് തീരുന്നത്. അപ്പൊ അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഗുണകർമ്മ വിഭാഗശഃ, ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ച് നിലകൊള്ളുന്ന ചാതുർവർണ്ണ്യത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? തസ്യ കർത്താരമപി, അതിന്റെ കർത്താവാണ് ഞാനെന്നുണ്ടെങ്കിലും, മാം അകർത്താരം അവ്യയം വിദ്ധി, വാസ്തവത്തിൽ ഞാൻ കർത്താവാകുന്നില്ല, ഒട്ട് യാതൊരു വിധത്തിലുള്ള മാറ്റത്തിനോ നാശത്തിനോ വിധേയമാവുന്നും ഇല്ല. ഞാൻ അകർത്താവും അവ്യയനുമാണ്. എന്നിൽ യാതൊരു വിധത്തിലുള്ള പരിണാമങ്ങളും ഈ സൃഷ്ടി ഹേതുവായിട്ട് ഉണ്ടാവണില്ല. ഞാൻ അതിൽ ഒരു വിധത്തിലും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ആവണേ ഇല്ല. അസംഗനായിട്ട് തന്നെ ഞാൻ സദാ നിലകൊള്ളുന്നു. ഈ ഒരാശയാണ് ഭഗവാൻ ഈ ഒരു ഭാഗത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ ഈ ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ചാതുർവർണ്ണ്യം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് 16 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ
ഒരു ആത്മജ്ഞാനി ഏതൊരു അറിവിനാലാണ് ആത്മജ്ഞാനിയായിരിക്കുന്നത് എന്നുള്ളതിനെ പറയാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സ്രഷ്ടാവാണ്, കർത്താവാണ് ഞാനെന്നിരിക്കലും എന്നെ അകർത്താവായിട്ട് അറിയൂ എന്ന് മുൻഭാഗത്ത് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ചർച്ച വരുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഇവിടെ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആരാണോ കാണുന്നത് അയാളാണ് കൃഷ്ണകർമ്മകൃത്, അയാൾ യുക്തനാകുന്നു, അയാൾ ബുദ്ധിമാനാകുന്നു എന്നിങ്ങനെ ആത്മജ്ഞാനത്തെ ഒരു പ്രത്യേകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ കരണങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ കർമ്മം എന്ന് പറയും. കരണങ്ങളൊക്കെ അടക്കിയിരിക്കുന്ന സമയത്ത് അത് അകർമ്മമായിട്ട് കർമ്മരാഹിത്യമായിട്ട് മനസ്സിലാക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ അഹംകർത്ത എന്നുള്ള അഭിമാനം ഉണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്താലും കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ കർത്താവ് തന്നെയാണ്. നമ്മളൊന്നും ചെയ്യാതെ കൈകാലുകളൊക്കെ അടക്കിയിരിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ കർത്താവാണെന്നുള്ള അഭിമാനം ഉണ്ടെങ്കിൽ അവിടെ കർത്തൃത്വം നിലനിൽക്കുന്നുണ്ട്, ശേഷിക്കുന്നുണ്ട്. ഇനി കരണങ്ങളെ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്തും ഞാൻ അകർത്താവായിട്ടുള്ള ആത്മാവാണ് എന്ന അറിവ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ കർമ്മങ്ങളിൽ നിന്നും മുക്തനുമാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ സർവ പ്രപഞ്ച സൃഷ്ടിയും ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ടിരിക്കുന്നത്. അതുപോലെ കരണങ്ങളെ കൊണ്ട് സർവവും പ്രവർത്തിക്കുന്ന സമയത്തും ആരാണോ ഈ കരണങ്ങൾക്ക് സാക്ഷിയായിട്ട് നിലകൊള്ളുന്ന കർത്തൃത്വ ഭോക്തൃത്വങ്ങൾക്കുപരിയുള്ള സാക്ഷി സ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നത് അയാൾ അകർത്താവ് തന്നെയാണ്. എന്നാൽ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഇരിക്കുന്നു എന്ന് വെച്ചോട്ടെ, പക്ഷെ അയാളുടെ ഉള്ളിൽ കർത്തൃത്വ അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അപ്പോഴും കർമ്മം ചെയ്യുന്നുണ്ട്, അയാൾക്ക് അപ്പോഴും കർമ്മമുണ്ട്. അപ്പൊ കർമ്മത്തിൽ അകർമ്മത്തെയും എന്ന് വെച്ചാൽ കരണങ്ങളെ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആ കരണങ്ങളുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, അതിന് സാക്ഷിയാണ് ഞാൻ എന്നുള്ള അറിവ് സംശയമില്ലാതെ പ്രകാശിക്കുന്നത് കൊണ്ട് അയാൾ അകർമ്മിയായിട്ട് ഭവിക്കുന്നു. എന്നാൽ കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന ആൾ കർത്തൃത്വ ബുദ്ധി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും കർമ്മം ചെയ്യുന്നവൻ തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഒരാളെ ആത്മജ്ഞാനിയാക്കിയിട്ട് തീർക്കുന്നത്. ആർക്കാണോ ഇങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അയാളാണ് കൃഷ്ണകർമ്മകൃത്. ശരീരത്തിന്റെ തലത്തിൽ എല്ലാ ആളുകൾക്കും കർമ്മമുണ്ട്. അങ്ങനെയുള്ള കർമ്മം ജ്ഞാനിയും ചെയ്യുന്നുണ്ട്. ജ്ഞാനി രാവിലെ എണീക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലേ, മറ്റു പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ജ്ഞാനിയും പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അജ്ഞാനിയും പ്രവൃത്തി ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ശരീരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തി നിശ്ചയമായിട്ട് ഉണ്ടാവുക ചെയ്യും, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ. പരമാവധി അതിനെ ചുരുക്കാം, എങ്കിലും ശരീരം നിലനിർത്തേണ്ടതായിട്ടുള്ള പ്രവൃത്തി ഒരാൾ നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തി ഏതൊരാൾക്കും ഉണ്ടാവണുണ്ട്. ബാഹ്യമായിട്ടുള്ള പ്രവൃത്തി അല്ല നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടത്, പിന്നെയോ ആന്തരികമായിട്ട് നമ്മൾ ആ പ്രവൃത്തികളുമായിട്ട് താതാത്മ്യപ്പെടാത്ത ഭാവത്തെ തിരിച്ചറിയാണ് വേണ്ടത്. പ്രവൃത്തികളൊക്കെ നടക്കുന്നത് കരണങ്ങളുടെ തലത്തിലാണെന്നും അതിന് സാക്ഷിയാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് ഒരാൾക്ക് ഉണ്ടാവുകയാണ് വേണ്ടത്. അതാണ് ഒരാൾക്ക് ആന്തരികമായിട്ടുള്ള കർമ്മസ്വാതന്ത്ര്യത്തെ നൽകുന്നത്. ആ ആന്തരികമായ കർമ്മസ്വാതന്ത്ര്യമാണ് ഒരാൾ നേടിയെടുക്കേണ്ടത്. ആ ഒരു കർമ്മസ്വാതന്ത്ര്യം നേടിയവനാകുന്നു ആത്മജ്ഞാനി. അതാണ് ആത്മജ്ഞാനിയെ ആത്മജ്ഞാനി ആക്കി തീർക്കുന്നത് എന്ന് ഭഗവാൻ തുടർന്നുള്ള ശ്ലോകങ്ങളിലും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. 25ാമത്തെ ശ്ലോകത്തിലാവട്ടെ, പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് 25ാമത്തെ ശ്ലോകം. ബ്രഹ്മാർപ്പണം ബ്രഹ്മകവിരേ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ
ഇതാണല്ലോ 24-ാമത്തെ ശ്ലോകം. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. പൊതുവേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്, സന്യാസാശ്രമങ്ങളിലും മറ്റുമൊക്കെ. അപ്പൊ ഈ ശ്ലോകം ചൊല്ലി കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ വിശന്നു എന്ന് വരും. കാരണം അത്രയും ഇത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അറിവിലുള്ളത്. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? വേദാന്തത്തിന്റെ ഏറ്റവും ഉയർന്നൊരു തത്വമാണ് ശരിക്കും ഈ ശ്ലോകം പറയുന്നത്. എന്താ പറയണത്? ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് സർവം ബ്രഹ്മമയമാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അറിവിനെ ഒരു യജ്ഞമായിട്ട് കൽപ്പിച്ച് ആ യജ്ഞത്തിലുള്ള അംഗങ്ങൾ മുഴുവനും തന്നെ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മ അഭിന്നമായിട്ട് അതിനെ അയാൾ കാണുന്നു. ബ്രഹ്മ അർപ്പണം, ബ്രഹ്മ ഹവിസ്, ബ്രഹ്മ അഗ്നി, ബ്രഹ്മണാകുതം. ഹോമിക്കുന്ന ആളാരാണ്? ബ്രഹ്മമാണ്. നേടേണ്ട ലക്ഷ്യം എന്താണ്? അതും ബ്രഹ്മമാണ്. ബ്രഹ്മൈവ തേന ഗന്തവ്യം. എങ്ങനെ അവിടെ എത്താൻ സാധിക്കും? ബ്രഹ്മകർമ്മ സമാധിന. ഈ വിധത്തിൽ ഒരു യജ്ഞത്തിന്റെ സർവ ഘടകങ്ങളിലും ആരാണോ ബ്രഹ്മഭാവനയോട് കൂടിയിട്ട് കഴിയുന്നത് അയാൾക്ക് പിന്നെ എന്ത് യജ്ഞം, എന്ത് യജ്ഞഫലം, എന്ത് ഹവിസ് അല്ലെ? ആ ഹവിസിനെ അർപ്പിക്കുന്ന ആളും ബ്രഹ്മം തന്നെ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ഈ വിധത്തിൽ ഒരു കർമ്മത്തിന്റെ സർവകാരകങ്ങളിലും, അതായത് കർമ്മവുമായിട്ട്, കർമ്മം എന്ന് വെച്ചാൽ ഇവിടെ ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളിലും ആർക്കാണോ ബ്രഹ്മബുദ്ധി വന്നിരിക്കുന്നത്, കർത്താവ് ബ്രഹ്മം, കർമ്മം ബ്രഹ്മം, കരണം ബ്രഹ്മം, ബ്രഹ്മ അഭിന്നമായിട്ട് അയാള് സർവത്തിനെയും കാണുന്നു. ചെയ്യുന്ന ജ്ഞാനം, ചെയ്യപ്പെടുന്ന കർമ്മവും സർവവും ഒരു അധിഷ്ഠാന തത്വത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്ത രൂപഭാവങ്ങൾ മാത്രമാണ് എന്ന് ആരാണോ അറിയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് മുക്തനാണ്. അയാൾക്ക് യാതൊരു വിധത്തിലുള്ള കർമ്മവുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മകവീർ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകം വളരെ ഗഹനമായിട്ടുള്ള ശ്ലോകമാണ്. ഗഹനമായിട്ടുള്ള അർത്ഥം ഉള്ളടങ്ങിയിട്ടുള്ള ശ്ലോകമാണ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ഭഗവാൻ 25 മുതൽക്കുള്ള ശ്ലോകങ്ങളില് 25 മുതൽ 32 വരെയുള്ള 33 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് ജ്ഞാനയജ്ഞം മറ്റെല്ലാ യജ്ഞങ്ങളെക്കാളും മഹത്വമാർന്നതാണ് എന്നത് ഉപദേശിക്കുകയാണ്. പല വിധത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നു. അവയൊക്കെ അന്ധകരണ ശുദ്ധിക്കും ഇന്ദ്രിയ നിയന്ത്രണത്തിനും മനോനിയന്ത്രണത്തിനും എല്ലാം ഉപകരിക്കുന്നതാണ്. പക്ഷെ ആ യജ്ഞങ്ങളെക്കാട്ടിലും ഒക്കെ മഹത്വപൂർണമായിട്ടുള്ളതാണ് ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞത്തിൽ കരണങ്ങളെല്ലാം ബ്രഹ്മമയമായിട്ട് തീർന്നിരിക്കുന്നു. അയാൾ ഏകവും അദ്വിതീയവുമായിട്ടുള്ള പരമാത്മ തത്വത്തെ അറിഞ്ഞ് അതിൽ പ്രതിഷ്ഠിതനായിട്ട് കഴിയുന്നു, ജ്ഞാന യോഗി. അതുകൊണ്ട് അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള യജ്ഞം. മറ്റെല്ലാ യജ്ഞത്തിലും ഭേദഭാവനയുണ്ട്. ഭേദഭാവന നിലനിൽക്കുന്ന തലത്തിൽ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള യജ്ഞങ്ങളിലൊക്കെ ഒരാൾക്ക് വ്യാപരിക്കാം. പക്ഷെ അതിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ജ്ഞാനയജ്ഞമാണ്. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ. എന്താണ് ജ്ഞാനം? കരണ സാക്ഷിയായിട്ടുള്ള ബോധസ്വരൂപമാണ് ഞാൻ. കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും സാക്ഷിയായ ഞാൻ ഒരു വിധത്തിലും കർമ്മങ്ങളുമായിട്ട് സംബന്ധപ്പെടുന്നില്ല തന്നെ. ജനന മരണ അതീതമായിട്ടുള്ള സ്വരൂപമാണ് എൻ്റെത്. ഈ ഒരു അറിവ്, ഇതാണ് ജ്ഞാനയജ്ഞം. സർവ കർമ്മങ്ങളിലും വ്യാപരിക്കുമ്പോൾ തന്നെയും ആ കർമ്മങ്ങളെല്ലാം ബ്രഹ്മ അഭിന്നമായിട്ട് ആരാണോ അറിയുന്നത് അയാളാണ് ജ്ഞാനയോഗി. അങ്ങനെയുള്ള ജ്ഞാനയജ്ഞമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്ന് പറയാണ് 33 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട്. തുടർന്ന് ഈ ഒരു ജ്ഞാനം നമുക്ക് സിദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരുവിനെ പ്രാപിച്ച് ആ ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിക്കേണ്ടതുണ്ട്.
34-ാമത്തെ ശ്ലോകം നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന, ആ ഒരു ജ്ഞാനം നീ നേടൂ, അറിയൂ, ഈ ഒരു രഹസ്യത്തെ നീ അറിയൂ. ഏത് രഹസ്യത്തെ? താൻ വാസ്തവത്തിൽ അകർത്താവും അഭോക്താവുമാണെന്നുള്ള രഹസ്യത്തെ നീ അറിയൂ. തദ്വിദ്ധി, ആ ഒരു ജ്ഞാനം നീ സമ്പാദിക്കൂ. എങ്ങനെ? പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. പ്രണിപാതത്തിലൂടെ എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണ ഭാവത്തിലൂടെ പരിപ്രശ്നം ചെയ്ത് തൻ്റെ ജിജ്ഞാസയെ പ്രകടമാക്കി ഗുരുവിന്റെ പ്രീതിയെ സമ്പാദിക്കാനായിട്ട്, ഗുരുവിന്റെ ആ ഒരു മനസ്സുമായിട്ടുള്ള ഐക്യത്തെ സമ്പാദിക്കുന്നതിനായിട്ട് അവിടെ സേവ അനുഷ്ഠിച്ച് തൻ്റെ അഹങ്കാരത്തെ മുഴുവനും സമർപ്പിച്ച് ആ ഗുരുവിന്റെ ചിന്താതലവുമായിട്ട് ഐക്യഭാവത്തെ പ്രാപിക്കുന്നതിനായിട്ട് സേവയെ അനുഷ്ഠിച്ച് നീ അറിയൂ. അങ്ങനെ നിന്നെ സ്വയം പാകപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു തത്വത്തെ അറിയാൻ. സ്വയം പാകപ്പെട്ടു എന്ന് കണ്ടാൽ മാത്രമേ ഗുരു ഉപദേശിക്കുകയുള്ളൂ. അപ്പൊ ആ ഗുരുവിന്റെ ഉപദേശത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നീ നിന്നെ സ്വയം പാകപ്പെടുത്തു, ഗുരു ശുശ്രൂഷ ചെയ്തിട്ട് സ്വയം പാകപ്പെടുത്തു. അങ്ങനെ പാകപ്പെട്ടു എന്ന് കണ്ടാൽ ഉപദേക്ഷ്യന്തി തേ ഉപദേക്ഷ്യന്തി, അവരുപദേശിക്കും. ആര്? ജ്ഞാനിനഃ തത്വദർശിനഃ, തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ ഉപദേശിക്കും. ആത്മസാക്ഷാത്കാര സമ്പന്നന്മാരായിട്ടുള്ള ജ്ഞാനികൾ നിനക്ക് തത്വത്തെ ഉപദേശിക്കും. എന്തുപദേശിക്കും? ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം, നിനക്ക് ആ ജ്ഞാനത്തെ ഉപദേശിക്കും. അതുകൊണ്ട് നീ എന്തു ചെയ്യൂ? ഈ അറിവ് നേടുന്നതിനായിട്ട് ഗുരുക്കന്മാരെ പ്രാപിക്കൂ. അങ്ങനെ പ്രാപിച്ച് ആ യോഗ്യതയെ സമ്പാദിച്ചാലോ അവരുപദേശിക്കും. എന്താണ് അവരുപദേശിക്കുക? പറയുന്നു, യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യതി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയേ. ആ ഒരു ജ്ഞാനം, അവരുപദേശിക്കുന്ന ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിന്റെ അറിവ്? പുനർമോഹമേവം യാസ്യസി പാണ്ഡവ, നീ ഇപ്പൊ പ്രാപിച്ചിരിക്കുന്നത് പോലെയുള്ള വ്യാമോഹത്തെ ഇനി ഒരിക്കലും പ്രാപിക്കില്ല. നിനക്ക് ഇനി ഒരിക്കലും ഒരു വിധത്തിലുള്ള വ്യാമോഹവും ഉണ്ടാവാൻ പോകുന്നില്ല, മിഥ്യാധാരണകളും ഉണ്ടാവാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും നീ നിന്റെ സ്വരൂപത്തിൽ അധിഷ്ഠിതമായിട്ട് മനസ്സിലാക്കും. ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസി ആത്മനി, നീയാകുന്ന സച്ചിത് സ്വരൂപത്തിലാണ് ഈ ഭൂതങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്നത് നീ മനസ്സിലാക്കും. മാത്രമല്ല, നിന്റെ സ്വരൂപത്തെ എന്റെ സ്വരൂപമായിട്ട് നീ മനസ്സിലാക്കും. ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി, നീ ആത്മാവിൽ ദർശിക്കും, എന്നിൽ ദർശിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവായിട്ട് നിലകൊള്ളുന്നത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ആ അധിഷ്ഠാന തത്വത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്നത് എന്ന് നീ അറിയും. എന്ന് വെച്ചാൽ നിനക്ക് സർവാത്മഭാവം ഉണ്ടാവും. സർവവും ഈശ്വരമയമാണ്, ഞാനും ഈശ്വര ഭിന്നനാണ് എന്നുള്ള ആ ഒരു പരമാത്മ ജ്ഞാനത്തിലേക്ക് നീ ഉയരും. തുടർന്ന് അതിമഹത്തായിട്ടുള്ളൊരു ശ്ലോകം ഭഗവാൻ പറയാണ്. എന്താ പറയണത്? ഈ ഒരു ജ്ഞാനത്തിന്റെ ഉത്കൃഷ്ടതയെ കുറിച്ചാണ് പറയണത്. നീ സർവേഭ്യ പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ ചേത് അസി, പാപികളിൽ വെച്ചിട്ട് അങ്ങേയറ്റം പാപം ചെയ്തവനാണെന്നിരിക്കലും ജ്ഞാനപ്ലവം കൊണ്ട് നിനക്ക് നിന്റെ പാപത്തെ മുഴുവനും തരണം ചെയ്യാൻ സാധിക്കും. ജ്ഞാനമാകുന്ന തുണി കൊണ്ട് നിനക്ക് നിന്റെ പാപങ്ങളെ മുഴുവനും തരണം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ ജ്ഞാനപ്ലവം നമുക്ക് സാധ്യമാണെന്നുണ്ടെങ്കിൽ ചിത്തശുദ്ധി നേടി തത്വജ്ഞാനം നേടണം. ആ ഒരു പ്രക്രിയയ്ക്ക് മുമ്പ് കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും, അധർമ്മ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞ ആളാണെങ്കിൽ പോലും, ഏതൊരു നിമിഷം അതിൽ നിന്നും നിവർത്തിച്ച് ആത്മസംസ്കരണത്തിന് തന്നെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയിലൂടെ കടന്നുപോയി ചിത്തശുദ്ധി നേടി ഗുരുവിനെ പ്രാപിച്ച് എപ്പോഴാണോ ഈ ഒരു തത്വജ്ഞാനം നിനക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്, അങ്ങനെ ആ ഒരു തത്വജ്ഞാനം എന്നിൽ പ്രകാശിക്കുന്ന സമയത്ത് ഈ സർവ പൂർവാർജിതമായിട്ടുള്ള
കർമ്മദോഷങ്ങളും നിന്നെ വിട്ടൊഴിയും. ആ പാപങ്ങൾ മുഴുവനും നീ തരണം ചെയ്യും. എന്നിട്ട് പറയാണ്, യഥാ ഏധാംസി സമിദ്ധഃ അഗ്നിഃ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഇതും വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്, അത്യുത്കൃഷ്ടമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. എങ്ങനെയാണോ ഏധാംസി വിറക്, സമിദ്ധഃ അഗ്നി, ഭസ്മസാത് കുരുതേ അർജുന അങ്ങേറ്റം സമൃദ്ധമായിട്ടുള്ള അഗ്നി എങ്ങനെയാണോ ഏധാംസി വിറക് കഷ്ണങ്ങളെയൊക്കെ ഭസ്മമാക്കി തീർക്കുന്നത്, അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി, ജ്ഞാനാഗ്നി സർവകർമാണി സർവകർമ്മങ്ങളെയും ഭസ്മസാത് കുരുതേ ഭസ്മമാക്കി തീർക്കുന്നു. ജ്ഞാനമാകുന്ന അഗ്നി ഉള്ളിൽ ജ്വലിച്ച ആൾക്ക് പിന്നെ അയാൾ എന്തൊക്കെ വിധത്തിലുള്ള പ്രവൃത്തികൾ ലോകത്തിൽ ചെയ്താലും ഇനി ചെയ്യാതിരുന്നാലും അയാളുടെ ഇപ്പൊ ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല, ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, എത്രയോ ജന്മങ്ങളായിട്ട് അനാദികാലമായിട്ട് അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മ സഞ്ചിത ഫലങ്ങളെല്ലാം തന്നെ ഭസ്മമായിട്ട് തീരുന്നു. അയാൾക്ക് പിന്നെ എന്തില്ല, കർമ്മവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. ആന്തരികമായിട്ട് കർമ്മവുമായിട്ട് ഒരു ബന്ധവും അയാൾക്ക് ഉണ്ടാവണില്ല. ഇപ്രകാരം നമ്മളെ ഏറ്റവും പവിത്രമാക്കി തീർക്കാൻ ജ്ഞാനത്തിന് മാത്രമേ സാധിക്കുള്ളൂ. 38ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഇതൊക്കെ അങ്ങേയറ്റത്തെ ആന്തരികമായ അർത്ഥം കൊണ്ട് ജ്വലിക്കുന്ന ശ്ലോകങ്ങളാണ്. എന്താ പറയണത്? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ തത്സ്വയം യോഗ സംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ജ്ഞാനേന സദൃശം പവിത്രം ഇഹ ന വിദ്യതേവ. ജ്ഞാനത്തിന് തുല്യം പവിത്രമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല തന്നെ. ആത്മജ്ഞാനത്തിനെ നമ്മളെ പരിശുദ്ധമാക്കി തീർക്കാൻ പറ്റുന്നത് പോലെ ലോകത്തിൽ മറ്റൊന്നിനും സാധിക്കില്ല. ആ ആത്മജ്ഞാനമാകട്ടെ യോഗസംസിദ്ധനായിട്ടുള്ള ആള് എന്ന് വെച്ചാൽ ചിത്തശുദ്ധിയെയും തത്വജ്ഞാനത്തിനുള്ള യോഗ്യതയെയും സമ്പാദിച്ചിട്ടുള്ള ആൾ കാലക്രമേണ ആ ഒരു തത്വജ്ഞാനത്തിലേക്ക് വരുന്നു, നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് എന്നർത്ഥം. തുടർന്ന് ഭഗവാൻ ഈ ഒരു ജ്ഞാനം ഒരാൾക്ക് ഉണ്ടാവാനുള്ള ആന്തരിക യോഗ്യത എന്തായിരിക്കണം എന്ന് പറയാണ്. ബാഹ്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ പറഞ്ഞു, തദ്വിധി പ്രണിപാതേന എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആന്തരിക യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞു, പക്ഷെ ഒന്നും കൂടി എടുത്തു പറയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണ അധിഗച്ഛതി. 2ാം വരിയിൽ ആ ജ്ഞാനത്തിന്റെ ഫലത്തെ പറയുന്നു. 1ാം വരിയിൽ പറയാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാവാൻ ജ്ഞാനത്തെ നേടുന്നു. ശ്രദ്ധ പറഞ്ഞാൽ ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള അടിയുറച്ച വിശ്വാസം. അതാണ് ഇവിടെ ശ്രദ്ധ. ശാസ്ത്രപ്രമാണത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ആ ശ്രദ്ധയോടൊത്തിട്ടുള്ള ആൾ, അതുപോലെ അത് ഉപദേശിക്കുന്ന ഗുരുനാഥനിലുള്ള അചഞ്ചലമായിട്ടുള്ള സമർപ്പണം, ആ ശ്രദ്ധയുള്ള ആൾ ജ്ഞാനം നേടുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഇനി ശ്രദ്ധ മാത്രം പോരാ, തത്പരഃ. ആ ആത്മജ്ഞാനത്തിൽ അങ്ങേറ്റത്തെ താല്പര്യം ഉണ്ടായിരിക്കണം. അന്യമായിട്ടുള്ളതൊക്കെ അപ്രസക്തമാണ്, ഈ ഒരു ജ്ഞാനം മാത്രമേ താൻ കാക്ഷിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു തത്പരത ഉണ്ടായിരിക്കണം. തത്പര സംയതേന്ദ്രിയ. താല്പര്യം മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെ സംയതേന്ദ്രിയത്വവും വേണം. ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമിച്ചു വെക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സംയതേന്ദ്രിയ. അങ്ങനെ ശ്രദ്ധയും താത്പര്യവും ഇന്ദ്രിയ സംയമവും ഒക്കെ ആർജിച്ചിട്ടുള്ള ആൾ ആ ഒരു ആത്മജ്ഞാനത്തെ നേടിയാലോ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. പിന്നെ കാലതാമസമില്ല, അയാൾ പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നു. എന്നാൽ അജ്ഞനും അശ്രദ്ധാനനും എന്ന് വെച്ചാൽ ശ്രദ്ധയില്ലാത്തവനും സംശയാത്മാവുമായിട്ടുള്ള ആളാവട്ടെ വിനശ്യതി. അയാൾ പരമപുരുഷാർത്ഥത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. അതാണ് ഇവിടെ വിനശ്യതി പറഞ്ഞാൽ അർത്ഥം. അയാൾക്ക് ഈ ലോകവും ഇല്ല, പിന്നെയോ ഇതിനപ്പുറത്തുള്ള ലോകവും ഇല്ല. ഒരു സുഖവും അയാൾക്കില്ല. ന സുഖം സംശയാത്മനഃ. ഈ പ്രകാരം യോഗസന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മപന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ.
എന്ന് പറയുന്നു 41-ാമത്തെ ശ്ലോകത്തിൽ. അതായത് യോഗം കൊണ്ട് കർമ്മങ്ങളെയൊക്കെ സന്യസിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയങ്ങളെയൊക്കെ ഉച്ഛേദിച്ച് കളഞ്ഞവനും ആത്മാവാനുമായിട്ടുള്ള ആളെ ഒരു കർമ്മങ്ങളും തന്നെ ബന്ധിക്കുന്നില്ല എന്ന് നീ അറിഞ്ഞാലും അർജുന, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സംശയത്തെ മുഴുവനും ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വെട്ടി നീക്കിയിട്ട് നീ എന്ത് ചെയ്യൂ? യോഗം ആദിഷ്ഠ ഉത്തിഷ്ഠ ഹേ പരന്തപ, നീ എഴുന്നേൽക്കൂ. എന്തിനെഴുന്നേൽക്കൂ? യോഗം അനുഷ്ഠിക്കാനായിട്ട് എഴുന്നേൽക്കൂ. അവിടെ ഭഗവാൻ അർജുനന് നൽകുന്ന ഉപദേശം എന്താന്നുള്ളത് വളരെ വ്യക്തമാണ്. അർജുനനോട് ഹേ അർജുന, നീ ജ്ഞാനിയാവൂ എന്നല്ല ഇപ്പൊ ഉപദേശിക്കുന്നത്, മറിച്ച് നീ യോഗമാധിഷ്ഠ എന്നാ ഉപദേശിക്കുന്നത്. അജ്ഞാന സംഭൂതമായിരിക്കുന്ന ഗ്രന്ഥികളെ മുഴുവനും ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വെട്ടിക്കളയാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും ഭഗവാൻ എന്താ പറയണത്? നീ യോഗം അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. അതായത് നിന്റെ അകർത്തവ്യങ്ങളെ കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ നിന്റെ മനസ്സിൽ നിന്നും മാറ്റിയിട്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ വർത്തമാനത്തിൽ കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഉത്കർഷത്തിനുള്ള ഉപായം എന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്ത് ചെയ്യൂ? കർമ്മങ്ങളെ നിനക്ക് ചെയ്യാനുള്ള സ്വധർമ്മത്തെ നീ അനുഷ്ഠിക്കും. അങ്ങനെ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിലോ നിനക്ക് ചിത്തശുദ്ധിയെയും തത്വജ്ഞാനത്തിനുള്ള യോഗ്യതയും സമ്പാദിക്കാനാവും. ആ യോഗ്യത സമ്പാദിച്ചാലാവട്ടെ നിനക്ക് തത്വജ്ഞാനത്തിലേക്ക് വരാൻ സാധിക്കും. അതല്ലാതെ നീ ഇപ്പം നിനക്ക് ചെയ്യാനുള്ള സ്വധർമ്മത്തെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. മാനസിക സംഘർഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് അവശേഷിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഹേ അർജുന, നീ യോഗം ആദിഷ്ഠ, അതിനായിട്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ എന്ന് പറയാണ് ഭഗവാൻ അർജുനനോട്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഉപസംഹരിച്ചുകൊണ്ട് വീണ്ടും അർജുനന് സംശയം ഉണ്ടാവുകയാണ്. അല്ലേ ഭഗവാനെ, ഞാൻ എന്താണ് ചെയ്യുന്നത്? കർമ്മമാണോ ചെയ്യേണ്ടത് അതോ കർമ്മസന്യാസമാണോ ചെയ്യേണ്ടത്? അതൊന്ന് എനിക്ക് ഉപദേശിച്ചു തരുമോ എന്ന് 5-ാം അധ്യായത്തിൽ അർജുനൻ വീണ്ടും സംശയം ചോദിക്കുകയാണ്. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഈ ഒരു 4-ാം അധ്യായത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വിചിന്തനം വളരെ ആഴത്തിൽ ചെയ്യേണ്ട, ആഴത്തിൽ നമ്മളിങ്ങനെ ഊളിയിട്ട് ചെന്നിട്ട് അറിവാകുന്ന രത്നങ്ങളെ നമ്മളിങ്ങനെ തേടിപ്പിടിച്ച് കൊണ്ടുവരണം. അതുപോലെയുള്ള അഗാധമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ശ്ലോകങ്ങളും. ഓരോ ഉപനിഷത്താണ് ഓരോ ശ്ലോകവും ശരിക്കും. അത്രയും അഗാധമായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ആ ഒരു ജ്ഞാനത്തിന്റെ മഹത്വത്തെ ഇത്രയധികം വിസ്തരിക്കുന്ന ഒരു അധ്യായം ആണ് ഈ 4-ാം അധ്യായം. ഇത് പഠിച്ച് ഗ്രഹിച്ച് ഭഗവാൻ ഉപദേശിച്ചതുപോലെ ഈ ഒരു അറിവ് ഉൾക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉത്കർഷത്തിന് എന്താണോ അനുഷ്ഠേയമായിട്ടുള്ളത് അത് ചെയ്യാനുള്ള നിശ്ചയം നമുക്ക് എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി.